ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നും തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട്. പ്രിയങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ ഉണ്ട്. വേറെ ആരുടെ അല്ല, കുക്കുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വൈകിട്ട് കുക്കുവിന്റെ അടുക്കലൊന്ന് കയറിയിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ കുക്കുവിന് ഞാൻ ബർത്ത്ഡേക്ക് കൊടുക്കാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മാമി പറഞ്ഞായിരുന്നു ഒരു കേക്ക് ഓർഡർ ചെയ്യണമെന്ന്. അത് മാമിയുടെ മാമന്റെയും വകയാണ് കേട്ടോ. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മാമൻ വൈകിട്ട് വന്ന് എടുത്തിട്ട് പോകും. അപ്പം ഞാൻ ഡ്രസ്സ് എടുത്തു. ആങ്ങളെ വിളിച്ച് പറഞ്ഞു അവൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ ഒരു ഡയറി മിൽക്കും. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. മാമൻ കേക്ക് കൊണ്ടുപോകും. ടൂ വീലറെ കൊണ്ടും പ്രയാസമല്ല. മഴ എങ്ങാണോ ആണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോകും. ഇന്നിപ്പോൾ വെയിലൊക്കെ ആയിട്ട് നിൽക്കുക. പിന്നെ വൈകുന്നേരത്തെ അവസ്ഥ എന്തോന്ന് അറിയത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു മാമൻ വന്ന് കേക്ക് എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഷോപ്പിൽ പോയി ടോപ്പ് കോട്ട് സെറ്റാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ പോയിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്ത ഡ്രസ്സിൻ്റെ അവന് ഇഷ്ടമുള്ളത്. അവൻ എന്നോട് ഒരു ലൈറ്റ് റോസ് കളർ പറഞ്ഞു. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല കേട്ടോ. 2-3 ഷോപ്പിൽ കയറിയായിരുന്നു, കിട്ടിയില്ല. ഉണ്ട്, പക്ഷെ അതൊക്കെ പഴയ മോഡൽ പോലെ തോന്നി. അപ്പോൾ കുറച്ച് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലിൽ മേടിക്കുന്നതിലും നല്ലത്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തതിൽ അവന് ഇഷ്ടപ്പെട്ട് കാരണം ഞാൻ എടുത്തിട്ടുണ്ട്. വൈകിട്ട് അവിടെ വരെ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് ഈ ഡ്രസ്സൊക്കെ കുളിപ്പിച്ച് ഞാനങ്ങ് പോകും. ഞാൻ രാവിലെ മോനുകുട്ടനോട് പറഞ്ഞപ്പോഴത്തേക്ക് മോനുകുട്ടനാണെങ്കിൽ വരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെ കൊണ്ടുപോകാനാ, പാടാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് പോയി ഗിഫ്റ്റ് കൊടുത്തിട്ട് ഓടി വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിന്നങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. ബാക്കിയായിട്ട് പിറന്നാൾ വിശേഷങ്ങളൊക്കെ കാണാം. കുക്കുവിന് അറിയത്തില്ല കേക്ക് വാങ്ങിച്ചെന്നും ഡ്രസ്സ് ഉണ്ടെന്നും ഒന്നും അറിയത്തില്ല കേട്ടോ. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നും അല്ലെങ്കിലും അവൾക്ക് കുറച്ച് സന്തോഷമാകുമല്ലോ ഇതൊക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകാലെ കാണാം കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കട്ട വെച്ചിരുന്നില്ല അവിടെ ഇങ്ങനെ ഇത്രയും രീതിയിൽ പിന്നെ ഇനി പുറവശം തേക്കുക, പുറം തേക്കണം, തേക്കൊണ്ടിരിക്കുക. 2 ദിവസത്തെ കാണും, 2-3 ദിവസത്തെ കാണും. പിന്നെ ടൈലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. മാമിക്ക് വിശ്രമമാ. പിന്നെ എത്ര പെട്ടെന്ന് ഞാനൊന്ന് വിശ്രമിക്കാൻ നോക്കുന്നുണ്ടോ മോനെ. ചാരുകസേര ഇട്ട് മാമി ഇവിടെ എന്റെ മോള് പറഞ്ഞിട്ടുണ്ട് അടുക്കള പണിതാ പിന്നെ അമ്മ ഇതിനപ്പുറത്തോട്ട് കണ്ടേക്കുന്നു. ഇവിടെ പൂമുഖത്ത് കസേര ഇട്ട് അവിടെ ഇന്നാളാണ് പറഞ്ഞേക്കുന്നത്. എന്റെ പൊന്നോ ഒന്നുകൂടെ പറഞ്ഞു ആരുടെയാന്ന് പറ. അമ്മ. ഹാപ്പി ബർത്ത്ഡേ അമ്മ പറഞ്ഞേ. ഒരു കൊട്ടേഷൻ വെച്ചു എന്റെ അമ്മയ്ക്കും അച്ഛനും. ഞാൻ ചോദിച്ച അമ്പലത്തിൽ പോയാണ് ബർത്ത്ഡേക്ക്. അപ്പം പറഞ്ഞ് പോയില്ലല്ലോ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഓർമ്മയില്ല. പിന്നെ ഞാൻ എന്തിനാ പോകുന്നത് അമ്പലത്തിൽ. വാ കേക്ക് തുറക്ക്. കമോൺ. മുടിയൊക്കെ ചെയ്തിട്ട് വന്നിരിക്കെ സർപ്രൈസ് കൊടുത്തതാ. പോയ ഡ്രസ് മാറുന്നേ മാറും, ഇല്ലെങ്കിൽ മുടിയൊക്കെ ചെയ്തിടുക. അല്ലെങ്കിൽ ജാനിയും കൂടെ ചെല്ല. ജാനി മാമനെന്തിയെ ഞങ്ങള് ഞാനും അമ്മമ്മയും രാമനും കേക്ക് അതേ വെക്കണം. ആ
അതേ വെക്കും മോനെ, അതേ വെച്ചു. ആ അതേ വെച്ചു. എന്തിയെ കത്രിക കുഞ്ഞോടായില്ല ഉണ്ടോ? ആ ഇവരോടൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതെ, അന്നേരം ഇനിയെല്ലാം ഇതൊക്കെ പെയിന്റും ഒക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ആളുടെ 6 വരുന്ന രണ്ടുപേരും 3 പേരും കൂടെ വരും. വീഡിയോ എടുത്തില്ലല്ലോ. അപ്പൂപ്പന്റെ ഫോണിൽ കൂടെ എടുത്തോ. എന്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാ. കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ കുക്കു. ആദ്യം കുഞ്ഞോയ്ക്ക് ഓട്. ജാനിക്കുട്ടിക്ക് അറിയാമല്ലോ അവന്റെ സ്വഭാവം. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞാ ചാച്ചുന് കൊട്, ചാച്ചുന് കൊട് കുഞ്ഞോ. കുഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. നീ മാമൻ ചെല്ല്. ഇതാരെടുക്കും വീഡിയോ? ചുമ്മാ അവിടെ നോക്കിക്കൊണ്ടിരിക്കുവാ. യോ മാമ ഇച്ചിരി കൊടുക്കണേ, അല്ലേ ഇവിടെ കൊലപാതകം നടക്കും. ഇത് കുക്കമ്മയുടെ ഉടുപ്പും കേക്കും ഒക്കെ ഒരു കളറാണ്. അമ്മ ആരാ വീഡിയോ എടുത്തോണ്ടിരിക്കും? വീഡിയോ ഒന്ന് അയച്ചേക്കണേ. ഇതിനകത്ത് മൊത്തം കുലുങ്ങി അയച്ചു തരും. ഞാൻ എടുത്തതൊക്കെ അയക്കും. ഇറങ്ങട്ടെ. കുഞ്ഞ് അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. ഒരു പാത്രം എടുത്തോണ്ട് വരാമോ? ഒരു ചക്കരയുമ്മയൊക്കെ കൊടു. ഇത് ഭർത്താവിന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അവന്റെ വക ചക്കരയുമ്മ. അത് ഞാൻ തിരിച്ചും കൊടുക്കണം. താങ്ക് യു. ഇങ്ങനെ മാറി, നീ ഇറങ്ങി ഇങ്ങോട്ട് മാറി. ഷുഗറും പിടിച്ച് ജോലിക്കൊക്കെ പോകുമ്പോ ഇടാൻ. താങ്ക് യു. ശരിക്കും പിടിക്കാനാ പോകുന്നത്. അത് പെൻസിലാ. നിനക്ക് പറയാനുണ്ടോണ്ടേ പറ. പറയാനൊന്നുമില്ല. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പോലെ അല്ല ഇപ്രാവശ്യം. ഞാൻ പ്രതീക്ഷിച്ചില്ല. ജാനിക്കുട്ടിയുടെ ഗിഫ്റ്റ് പൊതി എന്തോ നോക്ക്. ജാനിക്കുട്ടിയുടെ ഗിഫ്റ്റ് ആ കേക്ക് കൊണ്ട് എന്റെ ചുരിദാറ തേച്ചു. അതങ്ങ് തേച്ചു. അയ്യോ കണ്ടോ കണ്ടോ? രാമു കണ്ട മാമിയുടെ ഉടുപ്പല്ല ഇങ്ങനെ തേച്ച. പിന്നാരാ അവനല്ലെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത്രേ ഉള്ളൂ. അത് ബുക്ക്. അതാർക്കാ? അയ്യാടാ.
അത് അച്ചാച്ചി അമ്മയ്ക്ക് കൊടുത്തതാ. കുഞ്ഞോയ്ക്കും ജാനിക്കുട്ടിക്കും തണ്ട മാമി കൊണ്ടുവന്ന് എടുത്തു കേട്ടോ. ഞാൻ അതിന്റെ ഫോട്ടോ ആ വേണ്ട, ചൂട് വേണ്ട അമ്മ, മതി, അത് മതി. മാമിക്ക് ഒരു കഷ്ണം ഞാൻ കുടിക്കട്ടെ. വേണ്ട, ആ അത് മതി. പായം തുറന്ന് വന്നിരിക്കുന്ന അതുകൊണ്ട് ആ ചോക്ലേറ്റ് മൊത്തവും ഉണ്ട്. ആ കറുത്ത ചോക്ലേറ്റ് പോയി. പിന്നെ കുറച്ചാൽ മതി. ഫ്രണ്ട് വശം അങ്ങനെ കിടക്കുന്നതായി. ഒരു ജസ്റ്റ് അത് ഒന്ന് ടക്കടിച്ചാൽ മതി വെച്ച് സൈഡ് ഒരു ടക്കടിച്ചാൽ മതി. എന്റെ പൊന്നെ, എന്റെ കയ്യിലല്ല ഇതാ. അറിയാമല്ലോ, ഹൃദയത്തിൽ സ്നേഹമൊക്കെ ഉണ്ട്. എന്തോ ഇങ്ങനെ പറയാമല്ലോ. കരിമ്പാറ പോലുള്ള മനസ്സാണെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു നീരൊഴുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇത് തന്നോണ്ടൊന്നും അല്ല, ഇത് തന്നോണ്ടൊന്നും അല്ല. ആകെ പോകെ ഇച്ചിരി സ്നേഹമുള്ളത് നിന്നോടെ കാണത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഫോട്ടോ എടുക്കുക. ദൈവമേ, കുക്കുമ്മയുടെ ഉടുപ്പ് നല്ലയാന്നോ? കുക്കുമ്മയുടെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? ഇത് അവൾക്ക് കൊടുത്ത പാത്രമാണ്. കുഞ്ഞോ കുഞ്ഞോ, അച്ചാച്ചി മേടിച്ച ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? അച്ചാച്ചി മേടിച്ചതാ കുക്കുമ്മയ്ക്ക് ഉടുപ്പ്, കൊള്ളാമോ? സൂപ്പറാണോ? സൂപ്പറാണോ? അല്ല അവൻ ആഹാ. അപ്പോൾ പറഞ്ഞ ചുമ്മാ പറഞ്ഞ ചേച്ചി, ഞാൻ പറഞ്ഞു 10 200 മിഠായി മേടിക്കും. അത് വരും. ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഒരു നാമത്തില്ല, നീ അവനെ കൂടെ വിളിച്ചിട്ട് ഒരു നാമത്തില്ല. പേരെന്തുവാ? പേര് പറഞ്ഞേ, ഞാൻ പേര് കഴിക്കാണ്ട്. എന്തുവാ? കേക്കും മുട്ടായി എല്ലാം തിന്ന് കിറുങ്ങി. ഹാപ്പി ബർത്ത്ഡേ പറ മോനുകുട്ടാ, നാണം വരുന്നടാ. ഹാപ്പി ബർത്ത്ഡേ പറ. എല്ലാവർക്കും തുണി കഴിഞ്ഞു. ഇതെല്ലാം മോൻ കൊണ്ടുപോയി വർക്ക് ചെയ്യും കേട്ടോ. അല്ലാത്ത പേപ്പറൊക്കെ ഉണ്ട്. ഇത് ഇടവണ്ണം കുറയ്ക്കണം. ഞാൻ പോട്ടെ.
ആ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം എന്താണെന്ന് പറയാം? ലിക്വിഡ്. തുണി കഴുകുന്ന ലിക്വിഡിനാണ് ഏറ്റവും കൂടുതൽ ചിലവ്. അത് വാങ്ങിക്കണമായിരുന്നു. പിന്നെ ആദ്യം മേടിച്ച് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നേരെ അവരുടെ അടുക്കൽ പോയി. എന്നിട്ടിപ്പോൾ വന്നു. പിന്നെ ഇന്ന് അത്താഴത്തിന് അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. മീനൊന്നും ഇരിപ്പില്ല. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല 1/2 കിലോ മാന്തളാണ് മേടിച്ചത്. നമ്മൾ രാത്രി എടുത്തായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കും കൂടെ ഉള്ളതേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് മീൻ മേടിക്കാനൊന്നും കയറിയില്ല. നേരെ ഇങ്ങോട്ടിങ്ങി പോരും. പിന്നെ അമ്മ ചക്കക്കുരു, അമ്മയ്ക്ക് കൈ വറക്കുന്നതുകൊണ്ട് ചക്കക്കുരു പറഞ്ഞാലൊക്കെ പാടാം. എന്നാലും ഇച്ചിരൊക്കെ ചിരണ്ടി ഒരു മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട്, അവിയലുണ്ട്, മോരുകറിയുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഞാനൊന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരാം. മുത്തിന് നാളത്തെയും കൂടെ എക്സാം ഉണ്ട്. എന്നിട്ട് നാളെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച്. മുത്തിന് വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ ഒരാൾ. അവൻ വരുമെന്ന് പറഞ്ഞപ്പം കുറച്ച് സമാധാനത്തോടെ ഇന്നലെ ഉറങ്ങി. അല്ലെങ്കിൽ ഉറങ്ങത്തില്ലായിരുന്നു. ഹലോ, എത്ര വരുന്നേ? ഓ, ഓ, ശനിയാഴ്ച അങ്ങ് പോയിക്കോ. വന്നിട്ട് ഞായറാഴ്ച അങ്ങ് പോവും വൈകിട്ട്. ഹലോ, ശനിയാഴ്ച വരുമോ? അച്ചാച്ചനോടുണ്ട്. മുത്ത് വരും ശനിയാഴ്ച. ആ ആ, നോക്കണം. ഓ, മാമി, മാമി, അമ്മമ്മയും മോനും കൂടെ മാമിയുടെ പേരും പറഞ്ഞ് വഴക്കായിരുന്നു ഇവിടെ. ആ, കട്ടിലൊഴിച്ചു കൊടുക്കണമെന്ന്. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ആ അമ്മ ചക്കക്കുരു മെഴുക്കുവരട്ടി വെച്ചു. അത് ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് മൂപ്പിക്കാൻ പറഞ്ഞു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. ചക്കക്കുരു അരിഞ്ഞേക്കുന്നത് ഞാൻ കാണിക്കാം. കൈ വയ്യ, വിറച്ചാ എടുക്കുന്നത്. അല്ലാതെ നാലായിട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ വയ്യ. നമുക്കിതായാലും മതി. ഇപ്പം ചോറുണ്ണാൻ പോവാണ് പ്രിയങ്ങളെ. ഇന്ന് വന്നപ്പോഴും കുറേ താമസിച്ചു. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ചെറിയ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. കാണിക്കാൻ എന്തുവാന്നേ. ചോറുണ്ണാം. വേണ്ടേ, നമ്മൾ വീട് മാറി വന്നപ്പം സെറ്റിയുടെ കവർ ഇട്ടതാ. അത് ഇന്നാണ് പിന്നെ മാറിയത്. അതൊക്കെ എടുത്ത് മാറ്റി പുതിയതൊക്കെ വിരിച്ചു. അന്നേരം ഇവിടെ എല്ലാം അഴുക്കും പൊടിയുമായി. പിന്നെല്ലാം തൂത്തുവാരി എന്നിട്ടാണ് കുളിച്ചത്. എന്തോക്കളെ? അത്താഴത്തിന് ഇന്ന് എന്തുവാന്നോ? ചോറും ചമ്മന്തി. ചോറും ചക്കക്കുരു മെഴുക്ക് വരട്ടി മാത്രം. അവിയൽ വേണോ? ഇന്നത്തെ ആ മുഖത്തെ ആ പ്രസന്നത കണ്ടോ പ്രിയങ്ങളെ? എന്തോ മോനുകുട്ട ഇന്നത്തെ സന്തോഷത്തിന് കാരണം? ആ, അച്ചാച്ചൻ വരുന്ന കാര്യം അറിഞ്ഞപ്പോ മോനുകുട്ടന് വേദനയുമില്ല, ബെസമോ ഇല്ല. അതും നോക്കി ഇങ്ങനെ ഇരിക്കുക.
കഴിക്കാം. അമ്മ അപ്പം കഴിച്ചു. അപ്പം അതേ ഉള്ളായിരുന്നു അമ്മേ. ശരിയായില്ല മഴ വെച്ചു. ചോറുണ്ടാൻ പ്രിയങ്ങളെ. മുട്ട വറുത്തത് എണ്ണ ഒഴിക്കാതെ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ചക്കക്കുരു മെഴുക്ക് വരട്ടി അരിഞ്ഞില്ലെന്ന് പറഞ്ഞ് മോനിക്കുട്ടൻ വാ വെക്കുന്നു. കടുമാങ്ങ എടുത്തു, അവിയലെടുത്തു. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും സന്തോഷങ്ങൾക്കും ദൈവത്തോട് നന്ദി. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.